പിന്നെ മറ്റൊരു രസകരമായിട്ടുള്ള ഇൻഡസ്ട്രിയിൽ കേൾക്കുന്നൊരു സംഭവം എന്ന് പറയുന്നത് ഇളയരാജ സാറിൻ്റെ സുന്ദരി കണ്ണാലൊരു സെയ്തി എന്നുള്ള പാട്ടിൻ്റെ റെക്കോർഡിങ്ങുമായി ബന്ധപ്പെട്ടാണ്. ഈ പാട്ടിൻ്റെ റെക്കോർഡിംഗ് നടന്നത് ബോംബെയിലെ ഒരു സ്റ്റുഡിയോയിലാണ്. സാധാരണ എല്ലാവർക്കും അറിയുന്നത് മാതിരി ഇളയരാജ സാറിൻ്റെ റെക്കോർഡിങ്സ് എല്ലാം ചെന്നൈ പ്രസാദ് സ്റ്റുഡിയോയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ചെന്നൈ സ്റ്റുഡിയോസിലാണ്, മെയിൻലി പ്രസാദ് സ്റ്റുഡിയോ ആണ് അദ്ദേഹത്തിൻ്റെ റെക്കോർഡിങ്സ് എല്ലാം. പക്ഷേ ഈ ഒരു സോങ്ങിൻ്റെ ടേക്കിന് വേണ്ടിയിട്ട്, ഓർക്കസ്ട്രൽ ടേക്സിന് വേണ്ടിയിട്ട് സ്ട്രിങ് സെക്ഷൻ എടുക്കാനായിട്ട് ബോംബെയിലേക്ക് പോയി. അപ്പോൾ നമുക്കെല്ലാവരും കേട്ടിട്ടുള്ളതാണ് ആ പാട്ടിൻ്റെ തുടക്ക സമയത്തുള്ള സ്ട്രിങ്സിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ്, ഹാർമണി അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് ബോംബെ സംഗീത ലോകത്തിന് ഒരു പുതിയ അനുഭവമായിരുന്നു. അന്ന് വരെയുള്ള പാട്ടുകളിലൊന്നും ഇത്രയും ഒരു ഹെവി ഒരു ഓർക്കസ്ട്രേഷൻ കേട്ടിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ റെക്കോർഡിങ്ങിന് പോയി ഇളയരാജ സാർ ഒറിജിനൽ ഒരു സ്ട്രിങ്സ് എല്ലാം കണ്ടക്ട് ചെയ്തിട്ട് അവിടെയുള്ള പലരും അതിൽ അസൂയ മൂത്ത് ഇനി ഇദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവരരുത് കേട്ടോ എന്ന് വരെ അവിടെ പറഞ്ഞു എന്നുള്ളതാണ് ബോളിവുഡിൽ അന്ന് പ്രചരിച്ചിരുന്ന ഒരു ന്യൂസ്. ഇളയരാജ സാറിൻ്റെ ആദ്യകാലങ്ങളിൽ അദ്ദേഹം പ്രശസ്തരായിട്ടുള്ള പാശ്ചാത്യ സംഗീതജ്ഞരായ ബാക്ക്, ബ്രാംസ്, ഷുബേർട്ട്, മൊസാർട്ട് എന്നിവരുടെയൊക്കെ നാട്ടിലൂടെ സഞ്ചരിച്ചതിനെ കുറിച്ചിട്ട് ആ പുസ്തകത്തിൽ പറയുന്നുണ്ട്, സംഗീത കനവുകൾ എന്നുള്ള ആ പുസ്തകത്തിൽ. അതുകൊണ്ടൊക്കെ തന്നെയായിരിക്കാം അദ്ദേഹത്തിൻ്റെ ഓർക്കസ്ട്രേഷൻ ഇപ്പോഴും ഹംഗേറിയൻ ഓർക്കസ്ട്രേഷനോട് കിടപിടിക്കുന്നതും ഹംഗറിയിലെ വിയന്ന ഗ്രാമങ്ങളിലെന്ന പോലെ അതിമനോഹരമായ ഗാനങ്ങൾ ഉണ്ടാകുന്നതും. അദ്ദേഹത്തിൻ്റെ തിരുവാസകം, ഗുരു തുടങ്ങിയ സിനിമകളൊക്കെ തന്നെ ഇതിൻ്റെ ഉദാഹരണമാണ്. മിക്ക സംഗീത സംവിധായകരും ഇന്ന് നൊട്ടേഷൻ എഴുതാതെ തന്നെ ട്രാക്കിലേക്ക് പാട്ടുകളെ അടുക്കി വയ്ക്കുകയാണ്, അല്ലേ? മ്യൂസിക് പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയർസ് ലൈക്ക് ലോജിക് അതിലേക്ക് ട്രാക്സ് ഇങ്ങനെ പ്ലേ ചെയ്ത് വെക്കുന്നൊരു രീതിയാണ്. എന്നാൽ ഇളയരാജ സാർ ഇന്നും അന്നും എന്നും ഓർക്കസ്ട്ര സ്കോഴ്സായിട്ട് ഓരോ ഇൻസ്ട്രുമെൻസിനും എഴുതി കൊടുത്ത്, അതായത് കേട്ടിരിക്കുന്ന അദ്ദേഹം സിനിമ പ്ലേ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ BGMൻ്റെ നൊട്ടേഷൻസ് എഴുതി അപ്പം തന്നെ ഓർക്കസ്ട്രക്കാർക്ക് അത് വായിക്കാനായി കൊടുക്കുന്നു എന്നാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാകാം അദ്ദേഹത്തിൻ്റെ സംഗീതം ദശാബ്ദങ്ങളായിട്ട് ആൾക്കാർ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നത്. ഇന്നത്തെ ഇളയരാജ സാറിൻ്റെ വിശേഷം ഇവിടെ തിരികെയാണ്. പ്രേക്ഷകരോട് ഇന്നത്തെ ചോദ്യം: ഇളയരാജ സാർ ഭദ്രൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു സിനിമയിൽ ജാനകി അമ്മ ഒരു പാട്ട് പാടിയിട്ടുണ്ട്. ഏതായിരുന്നു അത്? എല്ലാവരും കമൻറ്റ് ചെയ്യുമല്ലോ. മറ്റ് നല്ല വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത